ഫിഫ്ത്ത് മൊഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫിഫ്ത്ത് മൊഡ്യൂളിലെ മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇവിടെ ഏതൊക്കെയാണെന്ന് നോക്കാം. സോഫ്റ്റ്വെയർ ക്വാളിറ്റിയാണ്. ദെൻ എലമെന്റ്സ് ഓഫ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ്, സോഫ്റ്റ്വെയർ പ്രോസസ് ഇംപ്രൂവ്മെന്റ്, CMMI പ്രോസസ് ഇംപ്രൂവ്മെന്റ്, ദെൻ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ, മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ. ഇത്രയും ടോപ്പിക്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ മൊഡ്യൂളിൽ മെയിനായിട്ട് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ, ഇപ്പം പ്രീവിയസ് മൊഡ്യൂളിലൊക്കെ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യണത്, ഡെവലപ്പ് ചെയ്യണത്, അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി ഇതിൽ പഠിക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് എൻഷുർ ചെയ്യേണ്ടതാണ് ഇതിൽ പഠിക്കുന്നത്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഒരു ക്വാളിറ്റി സോഫ്റ്റ്വെയർ ആണോ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ സോഫ്റ്റ്വെയർ ക്വാളിറ്റി എന്നാണ് ഫസ്റ്റ് ടോപ്പിക്ക്. അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഇറ്റ്സ് എൻ എഫക്റ്റീവ് സോഫ്റ്റ്വെയർ പ്രോസസ് അപ്ലൈഡ് ഇൻ എ മാനർ ദാറ്റ് ക്രിയേറ്റ്സ് എ യൂസ്ഫുൾ പ്രോഡക്റ്റ് that provides measurable value for those who produce it and those who use it. ഇപ്പോൾ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രോസസ്സിനെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് ഫൈനലായിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യലല്ല, ആ പ്രോസസ്സ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ഓരോ സ്റ്റേജിലും അത് ക്വാളിറ്റി ഉള്ള സോഫ്റ്റ്വെയർ ആണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ സോഫ്റ്റ്വെയർ ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എൻ എഫേർട്ട്, any effort building a high quality software product, create checks and balances that help avoid project confusions, avoid ചെയ്യാം. ടെക്നിക്കൽ റിവ്യൂസ് നടക്കും, ചേഞ്ച് മാനേജ് ചെയ്യാനായിട്ട് ടെക്നിക്കൽ റിവ്യൂസ് ചെയ്യും. എ യൂസ്ഫുൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡെലിവേഴ്സ് ദ കണ്ടന്റ്, ഫങ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് ദാറ്റ് എൻഡ് യൂസർ ഡിസയേഴ്സ്. ഒരു എക്സാമ്പിൾ പറയുന്നത് ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഒരു ഗ്രോസറി ഷോപ്പിലെ ഓണർ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അയാൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഫങ്ഷൻസ് ഒക്കെ അത് ചെയ്യുന്നുണ്ടോ? ടോട്ടൽ കാണണം, ഓരോ ഐറ്റത്തിൻ്റെയും കോഡും അതുപോലെ പ്രൈസും എൻ്റർ ചെയ്യാൻ പറ്റണം, ടോട്ടൽ കാണണം, GST ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനത്തെ ഫീച്ചറുകളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കണം. ദ സോഫ്റ്റ്വെയർ ഓർഗനൈസേഷൻ ഗെയിൻസ് ആഡഡ് വാല്യൂ ബിക്കോസ് ഓഫ് ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ. യൂസർ കമ്മ്യൂണിറ്റി ഗെയിൻസ് ആഡഡ് വാല്യൂ, യൂസർ കമ്മ്യൂണിറ്റി അതുപോലെ ആഡഡ് വാല്യൂ ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് വരുന്നത് സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഡൈലമ എന്ന് പറയുന്നതാണ്. ഡൈലമ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? കൺഫ്യൂഷനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കൊരു ട്രേഡ് ഓഫ് തരാണെങ്കിൽ, അതായത് ക്വാളിറ്റി ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ വേണമെങ്കിൽ എന്ത് വേണം? അതിനുവേണ്ടി ഒരുപാട് സമയം എടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ടെറിബിൾ ക്വാളിറ്റി ഉള്ള ഒരു മോശമായിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ അത് നോ വൺ വിൽ വോണ്ട് ടു ബൈ ഇറ്റ്, അത് ആർക്കും വാങ്ങണം എന്നുണ്ടാവില്ല. അത് ദെൻ ഭയങ്കര ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ ആണെങ്കിലോ അതിനുവേണ്ടി ഒരുപാട് സമയം ചിലവഴിക്കേണ്ടി വരും, ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ എക്സ്ട്രീംലി ലാർജ് എഫർട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പെർഫെക്റ്റ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിന് അത്രയും സമയവും പോവും, അത്രയും പൈസ അതുപോലെ എഫക്റ്റ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ട്രേഡ് ഓഫ് ആണ് എടുക്കേണ്ടത്. അതായത് ഒരു ടൈ വരുമ്പോൾ, അതായത് ഒരു ഹൈ ക്വാളിറ്റിക്ക് വേണ്ടി പോയിട്ട് സമയവും കോസ്റ്റും കൂടും, അതിന് വരെ ഒരു ട്രേഡ് ഓഫ് എടുക്കുക, ഒരു മീഡിയം ക്വാളിറ്റി, അതുപോലെ തന്നെ അത് സക്സസ്ഫുൾ ആയിരിക്കണം. ഗുഡ് ഇനഫ് നോട്ട് ടു ബി റിജക്റ്റഡ് റൈറ്റ് അവേ. അപ്പം അങ്ങനത്തെ ഒരു ട്രേഡ് ഓഫ് എടുക്കുന്നതിനാണ് നമ്മൾ ഡൈലമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ നമ്മൾ വരുന്ന പോയിന്റ്സ് എന്ന് ഗുഡ് ഇനഫ് സോഫ്റ്റ്വെയർ ആയിരിക്കണം. എക്സലന്റ് സോഫ്റ്റ്വെയർ എന്നുള്ള കോൺസെപ്റ്റ് വിട്ടിട്ട് ഗുഡ് ഇനഫ്, കുഴപ്പമില്ലാത്തൊരു സോഫ്റ്റ്വെയർ, മീഡിയം, ഡെലിവേഴ്സ് ഹൈ ക്വാളിറ്റി ഫംഗ്ഷൻസ് ഒക്കെ ഡെലിവർ ചെയ്യണം. സെയിം ടൈം ഇറ്റ് ഡെലിവേഴ്സ് അതർ മോർ അൺക്ലിയർ സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻസ്, ഫീച്ചേഴ്സ് ദാറ്റ് കണ്ടെയ്ൻ നോൺ ബഗ്സ്. ദെൻ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി ഇൻക്ലൂഡ്സ്, കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുടെ എല്ലാ കാര്യങ്ങൾക്കും വരുന്ന കോസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത്. റിസ്ക്, ദ ഇംപ്ലിക്കേഷൻ ഈസ് ദാറ്റ് ലോ ക്വാളിറ്റി സോഫ്റ്റ്വെയർ ആണെങ്കിൽ റിസ്ക് കൂടും, അതിന് അത് ക്രാഷായി പോകാനൊക്കെയുള്ള റിസ്ക് കൂടുതലായിരിക്കും. ദെൻ നെഗ്ലിജൻസ് ആൻഡ് ലയബിലിറ്റി, ദാറ്റ് വർക്ക് ബിഗിൻസ് വിത്ത് ദ ബെസ്റ്റ് ഇന്റൻഷൻസ് ഓൺ ബോത്ത് സൈഡ്. നെഗ്ലിജൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അതായത് ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ്, ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഇപ്പോൾ ഒരു 3 months കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു, എന്നിട്ട് അതിനെ വീണ്ടും 3 months കഴിഞ്ഞപ്പോൾ തീർന്നിട്ടില്ല, വീണ്ടും എക്സ്ട്രാ ടൈം ചോദിക്കുകയാണ്. അപ്പോൾ അതൊരു ലീഗൽ ആക്ഷൻസ് ഒക്കെ ചിലപ്പോൾ അതിൽ വരാം, സോഫ്റ്റ്വെയറിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട്. ദെൻ ക്വാളിറ്റി ആൻഡ് സെക്യൂരിറ്റി പാർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരുപാട് ഡാറ്റ ഒക്കെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കൊരു ഹെൽത്ത് ചെക്ക് ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ടാക്കുന്നു, അഗൈൻ ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ. അപ്പം അതിന് ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ഡാറ്റ വരുന്നുണ്ട്, അതിന് പ്രൈവസി ഒക്കെ വേണ്ടതാണ്. അപ്പം അങ്ങനത്തെ ഡാറ്റയ്ക്ക് ലീക്കായി പോയ പ്രശ്നമായിരിക്കും. അപ്പോൾ സെക്യൂരിറ്റിയും എൻഷുർ ചെയ്യണം. ഇമ്പാക്ട് ഓഫ് മാനേജ്മെന്റ് ആക്ഷൻസ്, ഇപ്പോൾ മാനേജ് ചെയ്യുന്ന കമ്പനിയുടെ ആക്ഷൻസും ഈ സോഫ്റ്റ്വെയർ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി. ഇപ്പോൾ നമ്മളിവിടെ സോഫ്റ്റ്വെയർ ക്വാളിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്തു, സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഡൈലമ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്തു. നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം.